ഐവാൻ റോബർട്ട്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യൻ, അവന്റെ വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനയാണ് വെയിൽസിൽ ഉണർവിനെ കൊണ്ടുവന്നത്. 1904 വെയിൽസിൽ ആരംഭിച്ച ഉണർവാണ് ഭാരതത്തിലും വന്നത്. ആമേൻ. ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ തൻ്റെ യൗവന പ്രായത്തിൽ, ആമേൻ, അവന്റെ പ്രാർത്ഥനയായിരുന്നു, കർത്താവേ, എൻ്റെ കാലഘട്ടത്തിൽ നിന്റെ ഉണർവ്, ആമേൻ, മർക്കോസിന്റെ മാളിക മുറിയിൽ വ്യാപരിച്ചതിനേക്കാളും പവറായുള്ള ഒരു ഉണർവ് എൻ്റെ രാജ്യത്തും കൊണ്ടുവരണമേ എന്ന് ഒരു മുറിക്കുള്ളിൽ വെയിൽസിൽ സ്വാൻസി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഒറ്റമുറി ഭവനത്തിലിരുന്ന്, ആമേൻ, ഇവൻ പ്രാർത്ഥിച്ചപ്പോൾ ഇവന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി ദൈവം ഉണർവിനെ അയച്ചു. ആമേൻ. ഈ ഉണർവാണ് ഭാരതത്തിലേക്ക് വന്ന ഉണർവ്. ഈ ഉണർവിന് ശേഷമാണ് അമേരിക്കയിൽ ഉണർവ് ആരംഭിച്ചത്. പക്ഷെ ഈ ഉണർവ് വന്നപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ ഭാഗങ്ങളിലൊക്കെ പോയി വിസിറ്റ് ചെയ്യുവാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയട്ടെ. ആമേൻ. ആ വെയിൽസിൽ ഉണർവ് നടന്ന സമയത്ത് അവിടെ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയണോ? അവിടെ ഒരൊറ്റ കോടതിയിലും കേസില്ലാതായി. പോലീസ് സ്റ്റേഷൻ അടച്ചു പൂട്ടി. ആമേൻ. പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടി. കോടതികളിൽ കേസില്ല, ആശുപത്രിയിൽ രോഗികളില്ല. എത്ര സുന്ദരമായ ഒരു കാര്യം. ആമേൻ. ഇന്ന് പകൽക്കാലം പ്രിയ മാതാപിതാവേ, ഇന്ന് സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? നശിച്ചു പോകുന്ന ഒരു ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വലിയ കൃപാവരങ്ങളൊന്നും ഇല്ലായിരിക്കാം, നിങ്ങൾക്ക് വലിയ ഔദ്യോഗിക പദവിയൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ ദൈവം വലിയൊരു ശക്തി എന്റെയും നിന്റെയും മൺകൂടാരത്തിൽ അയച്ചത് നാം രക്ഷിക്കപ്പെടുവാൻ മാത്രമല്ല, നശിച്ചു പോകുന്ന ജനത്തെ നോക്കി, ശിക്ഷാവിധിയിലേക്ക് പോകുവാൻ കാലു നോക്കിയിരിക്കുന്ന ആൾക്കാരെ നോക്കി ഇന്ന് പകൽക്കാലം എനിക്കും നിനക്കും, എന്റെയും നിന്റെയും അതരം ഇന്ന് പകൽക്കാലം ഈ പവർ കോൺഫറൻസിൽ തുറക്കുവാൻ സാധിച്ചു. ഐവാൻ റോബർട്ട്സ് ഇങ്ങനെയാ പ്രാർത്ഥിച്ചത്, കർത്താവേ, ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു, എന്റെ ദേശത്ത് ഒരു ഉണർവിനെ അയക്കണമേ.